ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതുപോലുള്ള ഐഫോൺസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. സംഭവം വേറെ ഒന്നുമല്ല, ഗ്രീൻ ലൈൻ ഇഷ്യൂ ഉള്ളവർ ഐഫോൺ 13 സീരീസ് നോക്കുന്ന ഒരുപാട് ആൾക്കാർ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചൊരു കാര്യം തന്നെയാണ് ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ, അതിൻ്റെതിലൊരു എക്സ്പ്ലനേഷൻ. അപ്പോൾ ഐഫോൺ 13 സീരീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ യൂസ്ഡ് മാർക്കറ്റിൽ കിട്ടാവുന്ന ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ ഡിവൈസുകൾ തന്നെയാണ്. സിനിമാറ്റിക്, അതേപോലെ തന്നെ ചിപ്സെറ്റ്, 5G എല്ലാം കൊണ്ടും അത്യാവശ്യം പ്രൈസ് ഒക്കെ ബെറ്ററായി നിൽക്കുന്നൊരു മോഡലാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി വന്നിട്ടുള്ളത് ഹാർഡ്വെയർ ഇഷ്യൂ ആയിട്ടുള്ള ഡിസ്പ്ലേയിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കൊണ്ട് കാരണമാണ്. പല ആളുകളുടെയും ഒരു ധാരണ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മൂലം എന്നാണ്. ഓഫ്കോഴ്സ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷവും അതിനു മുമ്പേയും യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്തും ഈ ഇഷ്യൂ വന്ന ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. സോ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എടുക്കാൻ പോകുന്ന ഡിവൈസ് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഒരു കൺസേൺ ഉണ്ട് എങ്കിൽ നിങ്ങൾ iOS 18 ശേഷമുള്ള അപ്ഡേറ്റുള്ള ഡിവൈസ് എടുക്കാൻ ശ്രമിക്കുക. 90% ഈ ഒരു ഇഷ്യൂ വരുന്നത് ഹാർഡ്വെയർ ഇഷ്യൂ തന്നെയാണ്. കമ്പാരിറ്റീവ്ലി അത് ഫിക്സ് ചെയ്യാൻ ഡിസ്പ്ലേൻ്റെ പ്രൈസിനേക്കാൾ കുറവ് തന്നെയാണ്. പിന്നെ നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഡിവൈസിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് 1.78 GB ആണ് കണ്ടത്. ഇത് നമ്മൾ കമ്പ്യൂട്ടറിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് 8.16 GB ആണ്. അതായത് നമ്മൾ ഐട്യൂൺസ് വെച്ച് ചെയ്യുന്ന സമയത്ത് ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷനാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് റിസ്ക്കും അതേപോലെ തന്നെ ബഗ്ഗും കാര്യങ്ങളൊക്കെ മാക്സിമം കുറച്ചുകൊണ്ടുള്ളൊരു സേഫ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആയിരിക്കും ഐട്യൂൺസ് വെച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.